ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുഹമ്മദ് സലീം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്ക് ഇന്ന് നടന്ന ഹിന്ദി ക്ലാസ്സിൻ്റെ വർക്ക്ഷീറ്റ് നോട്ട്സുമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. ഇന്നിപ്പോൾ ജൂലൈ 12 നടന്ന ക്ലാസ് 3 ആണ് ഇന്നിപ്പോൾ നടന്നത്. ഹിന്ദിയുടെ സ്റ്റാൻഡേർഡ് 9 ക്ലാസ് 3 ആണ് നടന്നത്. അതിൻ്റെ നോട്ട്സും വർക്ക്ഷീറ്റും ഉൾപ്പെടുന്ന വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ITVTSൻ്റെ വീഡിയോകളും അപ്ഡേറ്റ്സുകളും നമ്മൾ അവ തന്നെ ചാനലിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ITVTSന് മുമ്പിട്ടാണ് വീഡിയോസ് സ്റ്റാൻഡേർഡ് 9 നോട്ട്സുകൾ മറ്റു വിഷയങ്ങളുടെ കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിന് ലിങ്ക് ഉണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യമല്ല, നമുക്ക് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇപ്പം ഈ ചാപ്റ്ററിൻ്റെ ഒരു ക്ലാസ് മുമ്പ് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയിരുന്നില്ല, കാരണം നമ്മുടെ മൈക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു, റെക്കോർഡിങ് മൈക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വീഡിയോ ഇടാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അത് കൂടി നമ്മൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ അതൊന്ന് നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇടാൻ പറ്റാത്തത് നമ്മുടെ ഇവിടെ ടെക്നിക്കൽ ഇഷ്യൂ പ്രശ്നമായിരുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇട്ടേനെ, അത് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് അതോടെ ഒന്ന് ജസ്റ്റ് നമ്മൾ റീക്യാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പുൽ ബനീതി മാം എന്നുള്ള നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. പുൽ ബനീതി മാം എഴുതിയേക്കണത് നരേന്ദ്ര പുണ്ടരിക്ക് എന്ന് പറയുന്ന ഒരു കവിയാണ്, നരേന്ദ്ര പുണ്ടരിക്ക്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊന്നും നമ്മൾ നോക്കണ്ട, നമുക്ക് അർത്ഥം നോക്കാം. അതിന് നമുക്ക് അർത്ഥമാണ് നമുക്ക് പ്രധാനം. ഹം ബായിയോം കെ ബീച്ച് പുൽ ബനീതി മാം. പാഠത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, പുൽ ബനീതി മാം. അപ്പോൾ നമുക്ക് കവിതയിലേക്കൊന്ന് കിടക്കാം. ഹം ബായിയോം കെ ബീച്ച് പുൽ ബനീതി മാം. അതായത് ബേട്ടോം കെ ബീച്ച് പുൽ ബനീതി മാം, അതാണ് ഉദ്ദേശിക്കുന്നത്. മക്കളുടെ ഇടയിൽ പാലം പണിതിരുന്നത് അമ്മയാണ്. പാലം അതായത് പാലം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തിൻ്റെയാണ്? സ്നേഹത്തിൻ്റെ, അതുപോലെ കരുതലിൻ്റെ, അതുപോലെ ഒത്തുചേരന്മയുടെ, അതായത് റിലേഷൻഷിപ്പ് കൂട്ടി യോജിപ്പിക്കാൻ ഉള്ള ഒരു പാലം. അങ്ങനെയൊക്കെയാണ് ഇവിടെ കവി ഉദ്ദേശിച്ചേക്കണത്. പുൽ എന്ന് പറഞ്ഞാൽ അർത്ഥം പാലം. ആ പാലം എന്ന് ഉദ്ദേശിച്ചേക്കണത് ഇതിനൊക്കെയാണ്: സ്നേഹം, കരുതൽ, അതുപോലെ തന്നെ ബന്ധങ്ങളുടെ ദൃഢതയാക്കാൻ വേണ്ടിയുള്ള ഇത്. അതായത് മക്കൾ തമ്മിൽ നല്ല ദൃഢബന്ധം, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പാലം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആയിരുന്നു അമ്മ. बेटों के रिश्तों को बनाए रखने के लिए മാം പുൽ ബനി थी. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മക്കളുടെ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അമ്മ പാലമായി ഉണ്ടായിരുന്നത്. बेटों में आपसी प्यार एवं सहयोग बनाए रखने के लिए മാം പുൽ ബനി थी. അതായത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. ഇനി നമുക്ക് വീണ്ടും അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കുള്ള ചോദ്യമാണ് നമ്മുടെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്ന വർക്ക്ഷീറ്റായിരുന്നു. പുൽ ബനീതി മാം സെ ക്യാ താൽപര്യ ഹെ. അതായത് പുൽ ബനീതി മാം എന്ന് പറയുന്ന നമ്മുടെ ടൈറ്റിലിന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. മാം ഹമേശ അപ്നെ ബേട്ടോം കി ബീച്ച് മേ പ്യാർ കാ പുൽ ബനി थी. അതായത് സ്നേഹമാകുന്ന പാലം എല്ലാ നാളും മക്കളുടെ ഇടയിൽ അമ്മയായിട്ടുണ്ടായിരുന്നു. സ്നേഹമാകുന്ന പാലം ആയിട്ട് അമ്മയുണ്ടായിരുന്നു. പുൽ ബൻകർ വഹ് പരിവാർ കെ സദസ്യോം കോ ആപ്പസ് മേ ജോഡ്തി थी. അതായത് എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഈ പാലത്തിൻ്റെ, അതായത് രണ്ട് കരകളെ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ് ഈ പാലത്തിൻ്റെ മെയിൻ ഉപയോഗം. അപ്പോൾ അതുപോലെ തന്നെ അമ്മ വീട്ടിലുള്ള എല്ലാവരും, അതായത് ഇവിടെ പരിവാർ എല്ലാ ആളുകളും, ഫാമിലിയിലുള്ള എല്ലാ ആളുകളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിരുന്നത് അമ്മയായിരുന്നു. അത്രയാണ് ആ പുൽ ബനീതി മാം സെ ക്യാ താൽപര്യ ഹേ എന്ന് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, ബൂട്ടാ രഹി ഹേ മാം ഇസ്കാ ആശയ് ക്യാ ഹേ. നമുക്ക് കുറച്ചുകൂടി വരാണെങ്കിൽ, അതായത് ദൗത്തി രഹത്തി ദി ബേദ്രക് ബിനാ കിസി ഹരി ലാൽ ബത്തി കെ
हम लोग की चुक चुक चक चक। पिता के बाद हम भाइयों के बीच पुल बनी दी माँ। अचानक नहीं टूटी, धीरे धीरे टूटती रही। हम देखते रहे और मानते रहे कि ബൂട്ടാ രഹി ഹേ മാ. ഇതിനകത്ത് ബൂട്ടാ രഹി ഹേ മാ ഇത് നമ്മുടെ ടെസ്റ്റുകളുടെ ചോദ്യമാണ്. ബൂട്ടാ രഹി ഹേ മാ ഇസ്ക ആശയ് ക്യാ ഹെ? ഇതാണ് നമ്മുടെ ചോദ്യം. മാം കി ഉമ്ര ബഡ്തി ജാ രഹി ഹെ, അതായത് അമ്മയുടെ വയസ്സ് വർദ്ധിച്ചു വരികയാണ്. ഉമ്മർ എന്ന് പറഞ്ഞാൽ വയസ്സ്. മാം പഹലെ ജൈസ ചൽ നഹി സക്തി ഹെ, അമ്മ പഴയ പോലെ തന്നെ ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് അതേപോലെ തന്നെ സ്ട്രെങ്ത്തും അതൊന്നും ഉണ്ടായിരുന്നില്ല. പ്രായമാകും തോറും കുറഞ്ഞു വന്നു. കാം നഹി കാർ സക്തി ഹെ, അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. കാം എന്ന് പറഞ്ഞാൽ ജോലി, അതായത് വീട്ടുജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് വയസ്സാവും തോറും അങ്ങനെയാണല്ലോ. നമ്മൾ വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേലുവേദന, അതേപോലെ കൈവേദന അങ്ങനെയൊക്കെ വരും. അപ്പോൾ വീട്ടുജോലി ചെയ്യാൻ പറ്റാണ്ടായി തുടങ്ങി. वह शारीरिक और मानसिक रूप से दुर्बल तथा कमजोर हो गई है, അതായത് ശാരീരികമായും മാനസികമായും തളർന്നു പോയിരിക്കുകയാണ്. അതായത് ഇപ്പം മാനസികമായി എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഈ മക്കൾ സ്നേഹം കൊടുക്കാത്ത കാരണമാണല്ലോ ഈ മാനസികമായി തളർന്നു പോകുന്നത്. അല്ലെങ്കിൽ ശാരീരികമായി തളർന്നു പോയി എന്നല്ലേ ഉദ്ദേശിക്കുള്ളൂ. ഇതിപ്പോൾ മാനസികമായി തളർന്നു പോയി എന്ന് പറയുമ്പോൾ മക്കളധികം അതായത് അമ്മ അത്രയും സ്നേഹിച്ചിട്ട് മക്കൾ തിരിച്ച് സ്നേഹം അമ്മയ്ക്ക് നൽകുന്നില്ല. അപ്പം അതിൻ്റെ വിഷമം കൊണ്ടാണ് മാനസിക രൂപസെ ദുർബൽ തഥാ കംസോർ ഹോ ഗയി എന്ന് ഉദ്ദേശിക്കുന്നത്. ബാർ ബാർ കഹന എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് കവിത ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. നമ്മൾ വായിച്ചതായിരുന്നു നേരത്തെ, എന്നാലും ഒന്നുകൂടി വായിക്കാം. ബാർ ബാർ കഹന എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. അതായത് വീണ്ടും വീണ്ടും പറയുക എന്നുള്ളതാണ് അർത്ഥം. ബാർ ബാർ കഹന എന്ന് പറഞ്ഞാൽ മാം കെ ബാർ ബാർ കഹനെ കോ ഹം മാൻകർ ചലത്തെ രഹേ ഉസ്കെ ബൂട്ടെ ഹോനെ കി ആദത് ഓർ അപ്നി ഹർ ആവാസ് മേം ധീരെ ധീരെ ടൂട്ടി രഹി മാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ബാർ ബാർ കഹന തോ ബൂട്ടാ ഹോനെ കാ ആദത് ഹെ എന്നാണ് നമ്മുടെ ആദ്യമായിട്ട് കിടക്കുന്നത് വരിയിലുള്ള അർത്ഥമായിട്ട് വരുന്നത്. ബാർ ബാർ കഹന മാനെ വീണ്ടും വീണ്ടും പറയുക. തോ ബൂട്ടെ ഹോനെ കാ ആദത് ഹെ, വയസ്സാവുന്നതിൻ്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ് ഏത്? വീണ്ടും വീണ്ടും പറയുക എന്നുള്ളത്. പിന്നെ ധീരെ ധീരെ മാം ബഹുത്ത് കംസോർ ഹോനെ ലഗ, അതായത് ധീരെ ധീരെ ആവാസ് അപ്നെ ഹർ ആവാസ് മേം ധീരെ ധീരെ ടൂട്ടെ രഹി മാം, അതായത് അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്ന അമ്മ പതിയെ പതിയെ ആ സ്ട്രിക്റ്റ് വേർഡ്സ് കുറഞ്ഞു വന്നു. സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന അമ്മ പതിയെ പതിയെ സ്ട്രിക്റ്റ് വേർഡ്സ് കുറഞ്ഞു. അതേപോലെ തന്നെ ധീരെ ധീരെ മാം ബഹുത് കംസോർ ഹോനെ ലഗ, അതായത് വളരെ അവശയായി, അതേപോലെ തന്നെ ഒന്നിനും പറ്റാത്ത രീതിയിലായി, മനോവിഷമം അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മാനസിക ഇത് വന്നു എന്ന്. അത് ബേട്ടോം കെ ഉപേക്ഷ കബ, ഉപേക്ഷിച്ച പോലെ മക്കൾ ഇത് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് മാനസിക ഡിപ്രഷൻ, അതായത് മെൻ്റൽ ഡിപ്രഷൻ വരാൻ കാരണം അമ്മയ്ക്ക്. ബേട്ടോം കി ഉപേക്ഷ കബാവ്. അപ്പോൾ ഇതിൻ്റെ ആശയം ഒന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. മാം ഏക് ഹി ബാത് കോ ബാർ ബാർ കഹനെ ലഗി, അതായത് ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ഇസെ ബൂട്ടെ ഹോനെ കെ സ്വാഭാവിക് ആദത് മാൻകർ ബേട്ടോം ആകെ ചലെ, അതായത് അമ്മയ്ക്ക് വയസ്സാവാണെന്നുള്ളത് അറിഞ്ഞിട്ട് മക്കൾ അത് ഇങ്ങനെ കൊണ്ടു നടന്നു. അതായത് എന്നിട്ട് ഒന്നും പറയാത്ത രീതിയിൽ, അതായത് ഒന്നും സഹായിക്കാത്ത രീതിയിലും, അതേപോലെ അമ്മേനെ സഹായിക്കണമല്ലോ. വയസ്സാവുന്നു എന്ന് പറയുമ്പോൾ വയസ്സാവുന്നവരെ
സഹായിക്കണം നമ്മൾ. അപ്പോൾ അതൊന്നും സഹായിക്കാണ്ട് മക്കളുടെ ഇഷ്ടത്തിന് നടന്നു. ഫിർ ധീരെ ധീരെ മാം കി ആവാസ് പൂരി തരസെ ടൂട്ട് ഗയി. അതായത് പതുക്കെ പതുക്കെ അമ്മയുടെ ഒച്ച, അതായത് സ്വരം പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി, വോയിസ് കുറയാൻ തുടങ്ങി, പതുക്കെ പറയാൻ തുടങ്ങി. മാം പൂർണ്ണ രൂപ് സെ ദുർബൽ ഓർ കംസോർ ബൻ ഗയി. അതായത് അവശയായിരുന്നു, അതായത് ഭയങ്കരമായിട്ട് അവശയായിരുന്നു മാം. അതാണ് ആ സെൻറ്റൻസ് കൊണ്ട്, ആ സ്റ്റാൻസയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നമ്മൾ അടുത്ത സെൻറ്റൻസിലേക്ക് കിടക്കാണ്, അടുത്ത ഇൻസ്റ്റൻസിലേക്ക് കിടക്കാണ്. ഹാത്തോം ഹാത്ത് രഹത്തി മാം ഏക് ദിൻ ഹമാരെ കന്തോം മേം ആ ഗയി ധീരെ ധീരെ महसूस करने लगे हम अपने वृषभ कंधों में माम के बारी होना. ഇതിനകത്ത് ഹാത്തോം ഹാത്ത് രഹന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമാൽക്കർ രഹന. ഹാത്തോം ഹാത്ത് രഹന എന്ന് പറഞ്ഞാൽ സമാൽക്കർ രഹന. അപ്പോൾ ഇത് എന്ത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടി പറയാം. കന്തോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതായിട്ട് വരുന്നത്? കന്തോം എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡറാണ്. ജസ്റ്റ് ഇതിന് അർത്ഥം പറഞ്ഞു പോവാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പിടികിട്ടും. തോള്, ഷോൾഡർ എന്നൊക്കെയാണ് കന്തോം എന്ന് പറഞ്ഞ അർത്ഥം. പിന്നെ അതിനകത്തൊരു പ്രയോഗമാണ് കന്തോം മേ ആന, അതായത് ഏക് ദിൻ അമാരെ കന്തോം മേം ആ ഗയി. അപ്പോൾ കന്തോം മേ ആന എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കന്തോം മേ ആന, തോളിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഉത്തരവാദിത്വം, അതായത് അമ്മയുടെ ഉത്തരവാദിത്വം മക്കളുടെ തോളിലാണ് വരേണ്ടത്. അതായത് മക്കളാണ് അമ്മേനെ പിന്നെ നോക്കേണ്ടത് വയസ്സായി കഴിഞ്ഞാൽ. പക്ഷേ ഇത് ഭാരമായിട്ടാണ് ഇവർ കാണുന്നത്. അതായത് കന്തോം മേം ആ ഗയി, അതായത് അമ്മയുടെ ഭാരം പോലെയാണ്, അതായത് ഷോൾഡറിലെ അമ്മയുടെ ഭാരം പോലെയാണ് ഇവർ കണ്ടിരുന്നത്. അത് ഉത്തരവാദിത്വമാണ്, ഏത് മകൻ്റെയും മകളുടെയും ആയാലും ഉത്തരവാദിത്വമാണ്. പക്ഷേ ഇവിടെ ഇപ്പം ഭാരമായിട്ടാണ് ആ മക്കൾ കാണുന്നത്. അപ്പോൾ ഉത്തരവാദിത്വ അപ്നെ ഉപ്പർ ആന, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ കന്തോ മേ ആന എന്ന് പറഞ്ഞ ഉത്തരവാദിത്വ അപ്നെ ഉപ്പർ ആന. പിന്നെ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു നോണിയും കിടക്കാം. ഇതൊക്കെ അർത്ഥം അറിയാത്ത നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. മഹസൂസ് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മഹസൂസ് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവ് കർണ, അനുഭവിക്കുക, അതായത് ടു ഫീൽ എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. അനുഭവിക്കുക എന്ന് വെച്ചാൽ മഹസൂസ് കർണ എന്ന് പറഞ്ഞാൽ ധീരെ ധീരെ മഹസൂസ് കർണയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പതുക്കെ പതുക്കെ അമ്മയുടെ ഈ ഭാരം മനസ്സിലാക്കിയിട്ട് കന്തം, അതായത് തോളുകൾ മാറ്റിക്കൊണ്ടിരുന്നു, അമ്മേനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മാറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസിലേക്ക് കിടക്കാം. ധീരെ ധീരെ ബേട്ടോ മാം കെ ബാരി ഹോനെ അനുഭവ് കർണേ ലഗി. അതായത് പതുക്കെ പതുക്കെ അമ്മയുടെ ഭാരം തോളിലാണെന്ന് മക്കൾ ഇങ്ങനെ, അമ്മയുടെ ഭാരം എൻ്റെ തോളിലാണെന്ന് മക്കൾ പറയാൻ തുടങ്ങി. ഈ വൃഷഭ് കന്തോം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വൃഷഭ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കാള എന്നുള്ളതാണ്. വൃഷഭ് എന്ന് മാത്രം കിടക്കുകയാണെങ്കിൽ അത് കാള എന്നുള്ളതാണ് അർത്ഥം, കാള. ഇവിടെ ഇപ്പോൾ വൃഷഭ് കന്തോം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സ്ട്രോങ് ഷോൾഡർ. ഈ കന്തോം എന്ന് പറഞ്ഞാൽ ഷോൾഡറാണ്. അപ്പോൾ വളരെയേറെ ശക്തമായ ഷോൾഡർ, അതായത് ഇപ്പം മക്കളാകുമ്പോൾ മക്കളുടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷോൾഡർ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. വൃഷഭ് കന്തോം മേ മാം കാ ബാരി ഹോന. മാം കാ ബാരി ഹോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഭാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ അർത്ഥം പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. മാം ബേട്ടോം കേരിയെ സബ് കുച്ച് കർത്തി ദി. എന്ത് വേണമെങ്കിലും അമ്മ ചെയ്യും മക്കൾക്ക് വേണ്ടി. लेकिन जब माम शारीरिक और मानसिक रूप से पूरी तरह टूट तब बेटों को उसकी जिम्मेदारी उठने पड़ी. അതായത് അമ്മ ഒരു ദിവസം ഇങ്ങനെ ശാരീരികമായും മാനസികമായും തളർന്നപ്പോൾ അമ്മേനെ അതിൽ നിന്ന് കരകയറ്റേണ്ടത് മക്കളുടെ ഉത്തരവാദിത്തമാണ്. അതിവിടെ നിറവേറ്റുന്നില്ല. ബേട്ടോ ശാരീരിക തഥാ ആർത്തിക് രൂപസെ സശക്ത് ദേ. അതായത് മക്കൾ ആണെങ്കിൽ ശാരീരിക രൂപത്തിൽ, അതായത് എല്ലാവിധ രൂപത്തിലും
സശക്താണ്. അതുകൊണ്ടാണ് എന്ത് ഉദ്ദേശിച്ചത്, അവിടെ വൃഷഭ് കന്തോം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ട്രോങ് ഷോൾഡർ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവർ ഫിസിക്കലി നല്ല സ്ട്രോങ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫിർ ബി ധീരെ ധീരെ മാം ഉൻകെ ബോജ് ബനത്തി രഹി. കന്തോ ബദൽന എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അവിടെ. ജബ് തക് वृषभ कंधों में माम का भारी होना, धीरे धीरे हम महसूस करने लगे हम अपने वृषभ कंधों में മാം കാ ഭാരി ഹോന. ഇനി അടുത്ത സ്റ്റാൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. ജബ് തക് ജീവിത് രഹി മാം ഹം ബദൽത്തെ രഹെ അപ്നെ കന്ദേ, മാം ആഖിർ മാ ഹി തോ ഹേ, ബാർ ബാർ हमें कंधे बदलते देख हमारे कंधे से उतर गई माम, और माम के कंधे से उतरते ही उतर गई हमारे कंधे. അതായത് ഇവിടെ കന്തോം ബദലന എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. കന്തോ ബദലന എന്ന് പറഞ്ഞാൽ കന്തേ ബദലന എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്നെ ഉത്തരവാദിത്വ കിസി ദൂസരെ കന്തോം പർ ടാൽന. അതായത് തൻ്റെ ഉത്തരവാദിത്തം മറ്റൊരാൾക്ക് തോളിലേക്ക് വച്ചു കൊടുക്കുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. കന്തോം ബദൽന മാനെ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മാം ആഗിർ മാം ഹേ തോ ഹേ, ഇസ്സെ അപ്നെ ക്യാ സംജ. അത് നമ്മുടെ ചോദ്യത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. മാം ആഗിർ മാം ഹേ തോ ഹേ, ഇസ്സെ ആപ്നെ ക്യാ സംജ. മാം അപ്നെ ബച്ചോം കി, അതിന് ഉത്തരമാണ് കേട്ടോ പറയണേ. മാം അപ്നെ ബച്ചോം കി കഠിനായിയോം കോ ദൂർ കർനെ കെ ലിയെ കുച്ച് ഭി കർ സക്തി ഹേ. അതായത് മാ അപ്നെ ബച്ചോം കി കഠിനായിയോം കോ ദൂർ കർനെ കെ ലിയെ, അതായത് മക്കളുടെ കഷ്ടപ്പാട് നീക്കാൻ വേണ്ടി, ദുരിതം കഷ്ടപ്പാട് നീക്കാൻ വേണ്ടി അമ്മ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. അതാണ് ഇവിടെ മാം ആഗിർ മാം ഹേ തോ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. കന്തോം സെ ഉത്തർന, ഇവിടെ കന്തോം സെ ഉത്തർന എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? തോളിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ മലയാളം. ബട്ട് ഇവിടെ വേറൊരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്, മരിക്കുക എന്നുള്ളതാണ്. ടു ഡൈ, മർജാന എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് മരിക്കുക. കന്തോം സെ ഉത്തർന മാനെ മരിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഒരു വാക്കോണി ഉണ്ട്, അതോണി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കന്ത ഉത്തർന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് കന്തോം സെ ഉത്തർത്തെ ഹി, കന്തോം സെ ഉത്തർത്തെ ഗയി മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്തോം ഉത്തർന മാനെ ക്യാ ഹേ, ടു ബിക്കം ഹെൽപ്ലെസ്. അതാണ് അവിടെ കന്ത ഉത്തർന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബൽ ഹോന, ടു ബിക്കം ഹെൽപ്ലെസ്. ഇനി വേറെ ഒരെണ്ണമുണ്ട്, കന്തോം സെ ഉത്തർന ടു ഡൈ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കന്തോം ഉത്തർന എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബിക്കം ഹെൽപ്ലെസ് ആണ്. അപ്പോൾ അത് രണ്ടും മാറിപ്പോയത് ഒരിക്കലും. കന്തോം സെ ഉത്തർന മാനെ മരണപ്പെടുക എന്നുള്ളതാണ്. കന്ത ഉത്തർന എന്ന് പറഞ്ഞാൽ കന്ത ഉത്തർന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബൽ ഹോന, ടു ബിക്കം ഹെൽപ്ലെസ് എന്നാണ്. ഇനി അടുത്തതിലേക്ക് കിടക്കാം. അതായത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ ആ സ്റ്റാൻസയുടെ അർത്ഥമാണ്. ജബ് തക് മാം ജീവിത് രഹി ബേട്ടോം നെ മാം കി ദേഖ് രഖി जमींदारी बदलते रहे माम आगिर माम ही है. अदाയത് जब तक माम जीवित रहे बेटों ने माम की देख रेख की സിമിദാരി ബദൽത്തെ രഹെ. അതായത് തോളുകൾ മാറിക്കൊണ്ടിരുന്നു, അതായത് സ്വന്തം ഉത്തരവാദിത്തം മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ മാം ആഗിർ മാം ഹി ഹെ അപ്നെ ममता को वह लज्जित नहीं करना चाहती, इसलिए वह बेटों के कंधों से उतर गई माने മാം മർ ഗയി. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാം ആഗിർ മാം ഹേ. അപ്പോൾ ഇവരിങ്ങനെ
മക്കള് എന്നെ നോക്കാൻ കഷ്ടപ്പെടാണല്ലോ എന്ന് ഓർത്ത് അങ്ങനെ വിഷമിച്ച് അമ്മ അപ്പ മരിക്കുകയാണ് ചെയ്യണത്, അവളെ മരണപ്പെടുകയാണ് ചെയ്യണത്. മാം ആഖിർ മാം ഹി ഹെ അപ്നെ മമന്ത് കോ വഹ് ലജ്ജിത് നെഹി കർണ ചാഹത്തി. അതായത് അമ്മയുടെ മാതൃത്വത്തെ വളരെയേറെ പരിശുദ്ധിയാണല്ലോ, അമ്മയുടെ മാതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ പരിശുദ്ധമായ ഒരു കാര്യമാണ്. അപ്പം അതിനെ കളങ്കം വരുത്താൻ ആരും തന്നെ അതിന് കളങ്കം വരുത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഇവർ കഷ്ടപ്പെടുന്നത് എന്നെ ഓർത്താണല്ലോ എന്ന് വിചാരിച്ച് അമ്മ സ്വയം മനസ്സ് വിഷമിച്ച് അമ്മ മരിച്ചുപോയി, അമ്മ മരണമടഞ്ഞു. ഇസ്ലിയെ വഹ് ബേട്ടോം കെ കന്തോം സെ ഉത്തർ ഗയി മാനെ മർ ഗയി. അതായത് മരണമടഞ്ഞു. മാം കെ മരനെ കെ ബാദ് ഹി ബേട്ടോം നെ മാം കാ ശക്തി ഓർ മമത കോ പഹചാൻ പായെ. അമ്മയുടെ മരണത്തിന് ശേഷം മാത്രമേ മക്കൾക്ക് അമ്മയുടെ ആ സാന്നിധ്യവും അമ്മയുടെ സ്നേഹവും അമ്മയുടെ ആ ശക്തിയും അതേപോലെ തന്നെ അമ്മയുടെ ആ മാതൃത്വവും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുള്ളൂ അമ്മ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ. മാം കെ സമാൻ സിർഫ് മാം ഹെ ഓർ കോയി നഹി ഹെ. അതാണ് ഇവിടെ ഏറ്റവും അവസാനം പറയണത്. മാം കെ സാമനെ സിർഫ് മാം ഹെ ഓർ കോയി നഹി ഹെ. അമ്മയെ പോലെ അമ്മ മാത്രമാണ് ഉള്ളൂ എന്നാണ് അവർ ലാസ്റ്റ് വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലാസ്റ്റ് വരിയിൽ പറയണതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇവിടെ നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി വർക്ക്ഷീറ്റും അതേപോലെ തന്നെ അതൊക്കെയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. വർക്ക്ഷീറ്റിന് മുമ്പ് കുറച്ച് ഇതോണി ഉണ്ട്, അതോണി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ജബ് തക് മാം സിന്ദാ ഹെ ഉസെ ബഹുത് പ്യാർ ദേ മമത കെ പഹചാൻ കർ മാം കെ സേവ കരെ. അതായത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അമ്മയ്ക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. എത്ര കാലം ജീവിച്ച് ഇരിക്കുന്നുണ്ടോ അമ്മ, അത്രയും കാലം നമ്മൾ സ്നേഹം കൊടുക്കണം അമ്മയ്ക്ക്. മമത കോ പഹചാൻ കർ മാം കി സേവ കരെ. അതായത് അമ്മയെ സഹായിക്കണം, അതേപോലെ തന്നെ പല കാര്യങ്ങളിലും അമ്മേനെ സഹായിക്കണം, അതേപോലെ അമ്മേനെ ബഹുമാനിക്കണം. ഹമേശ ഉസെ ഗുസ് മേ രഖ്നെ കി കോശിഷ് കരെ. അതായത് എല്ലായ്പ്പോഴും സന്തോഷകരമായ അമ്മ ഇരിക്കാൻ വേണ്ടി നോക്കണം നമ്മൾ. ബാത് മേ പശ്ചാത്താനി കാ അവസർ നാ ഹോ. അപ്പം ഇതിന് അർത്ഥം ഉദ്ദേശിക്കണത് എന്താ വെച്ചാൽ, ഇപ്പം ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ, അതായത് സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പശ്ചാത്താപിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. അമ്മേനെ ഇതേപോലെ സ്നേഹിച്ച് പരിപാലിച്ചിരുന്നില്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ദുഃഖിച്ചിട്ടോ അല്ലെങ്കിൽ പശ്ചാത്താപിച്ചിട്ടോ ഒരു കാര്യമില്ല. ക്യോംകി മാം സിർഫ് മാം ഹോതായ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അമ്മ അമ്മ തന്നെയാണ്. അത്രയാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 2 വരി തന്നിട്ടുണ്ട്. അതായത് 2 വരി മീൻസ് ഒരു കവിത, ഒരു 2 വരിയുടെ അർത്ഥം തന്നിട്ടുണ്ട്, ആശയം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് വരി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ലിഖേം നിമ്നലിഖിത് ആശയ് കവിത की किन किन पंक्तियां में है. അതായത് നമുക്ക് ആദ്യത്തേതിലേക്ക് കിടക്കാം. ബേട്ടോം കാ ജീവൻ ബേരോക് തക് ചലത്തെ ഗാഡി സെ സമാൻ രഹ. അത് ഏതാണ്? അത് ഏത് സ്റ്റാൻസിയായിട്ട് ദൗത്തി രഹ്തി വി ബേദക് ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്. ആ വരികളാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ആ വരികളുടെ അർത്ഥമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അനുബന്ധ കാര്യം എന്ന് പറഞ്ഞാണ് ടീച്ചർ കൊടുത്തതാണ്. ഇത് തന്നെ സംഭവം. ഈ നാശൈവാലെ പങ്ക്തിയും കോ ബി കവിത സെ ചുനെ എന്ന് പറഞ്ഞാണ് നമ്മൾ ചോദിച്ചത്. മാം കി ദേഖ്ഭാൽ കി സെമിത്താരി ബേട്ടോം പർ ആ ഗയി എന്ന് പറയുന്നത് ഏത് ലൈനിലാണ്? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഏത് ലൈനിലാണ്. അപ്നെ വൃഷഭ് കന്ദേ മേ മാം കാ ബാരി ഹോന. മനസ്സിലായി? മാം കെ ദേഖ്ഭാൽ സെമിത്താരി അങ്ങനെയല്ല കേട്ടോ, ഒരു മിനിറ്റ്. അതിന് തൊട്ട് മുമ്പത്തെ സെന്റൻസ്, അതായത് 4ാമത്തെ സ്റ്റാൻസയിലെ ഫസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് വരി
एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में. അപ്പൊ ഏക് ദിൻ ഹമാരെ കന്ധേ മേ ആ ഗയിയാണ് കൂടുതൽ ഇതായിട്ട് വരുന്നത്. കാരണം മാം കെ ദേഖ്ഭാൽ ഹാത്തോം ഹാത്ത് രത്തി മാം ഏക് ദിൻ ഹമാരെ കന്ധോ മേ ആ ഗയി, അത്ര എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേട്ടെ അപ്നെ ദിയത്ത് ബദൽത്തെ രഹേ. അത് വരണത് എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ ആയിട്ടാണ് വരണത്. ഹം ബദൽ ജബ് തക് ജീവൻ ജീവിത് രഹി മാം ഹം ബദൽത്തെ രഹേ അപ്നെ കന്ധേ. അതാണ് ബേട്ടെ അപ്നെ ദായിത്വ ബദൽത്തെ രഹേ എന്ന് പറയണത്. അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ സ്റ്റാൻസകളിൽ, സ്റ്റാൻസ മീൻസ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പാരഗ്രാഫ് പോലെയുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ. അപ്പം നാലാമത്തെ ഇതിനകത്ത്, അതായത് ഏറ്റവും 9ാമത്തെ പേജിലെ ഏറ്റവും അവസാനം ഇങ്ങനെ കൊടുത്തേക്കുന്ന സ്ഥലത്ത് ജബ് തക് ജീവിത് രഹി മാം ഹം ബദൽത്തെ രഹ്രെ അപ്നെ കന്ധേ, അതാണ് ഉത്തരമായിട്ട് വരുന്നത്. മാം കെ ചലേ ജാനെ സെ ബേട്ടെ ബേസരി ബനെ. ഇത് ഏത് സെന്റൻസിലാണ്? ഏറ്റവും അവസാനം തന്നെ നടക്കുന്നതാണ്. അതായത് हमारे कंधों से उतर गई माम और माम के कंधों से उतरते ही उतर गई हमारे कंधे. അതാണ് മാം കെ ചലേ ജാനെ സെ ബേട്ടെ ബേസാരി ബനെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഏത് വരിയാണെന്ന് ചോദിച്ചാൽ हमारे कंधे से उतर गई माम और माम के कंधे से उतरते ही उतर गई हमारे कंधे. അതാണ് അവിടെ ഉള്ളത്. ഇനി അടുത്ത സംഭവത്തിലേക്ക് കിടക്കാം. കവിത കി പരിചയ് ദേത്തി ഹുയി ടിപ്പണി ലിഖെ. ടിപ്പണി എഴുതാനാണ് പറയണത്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആദ്യത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. ഏത്? മാം കെ, ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് അനുബന്ധ ആശയവാലെ പങ്ക്തിയും ചുൻകർ ലിഖെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഹോംവർക്ക് അല്ല, ഇത് ടീച്ചർ പറയുന്നുണ്ട്, വർക്ക്ഷീറ്റ് അല്ല. അതായത് വർക്ക്ഷീറ്റ് അല്ല. കവിത ക പരിചയ് ദേത്തെ ഹുയെ ടിപ്പണി ലിഖെ. നമ്മുടെ കവിതയായിട്ട് ആസ്പദമാക്കിയുള്ള ടിപ്പണി എഴുതാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ടിപ്പണിയിൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. കവി ഓർ കവിത ക പരിചയ്, പങ്ക്തിയോം ക ആശയ്, ഭാഷ പരക് വിശേഷതായേം, കവിത പർ അപ്ന ദൃഷ്ടികോൺ. ഇത്രയും നമ്മൾ ഉൾപ്പെടുത്തണം. കവി ഓർ കവിത ക പരിചയ്, അതായത് എഴുതിയ ആളുടെയും കവിതയുടെ ഒരു സാരാംശം ചെറുതായിട്ട് വേണം. അത് കഴിഞ്ഞതിന് ശേഷം പങ്ക്തിയോം ക ആശയ്, വരികളുടെ ആശയം, ഭാഷാപരിക് വിശേഷതായി, അതായത് അതിനകത്ത് എന്തെങ്കിലും ഭാഷാപരമായി, ഇവ പുൽബനീതി മാം, പാലം, അങ്ങനെയാണ് അമ്മേനെ ഉദ്ദേശിച്ചേക്കുന്നത്. അതൊക്കെ വിശേഷണ ശബ്ദങ്ങളാണ് നമുക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങളുണ്ടോ അതൊക്കെ നോക്കുക. കവിത പർ അപ്നെ ദൃഷ്ടികോൺ, ഈ കവിതയിലുള്ള നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അത്രയാണ് കവിത ടിപ്പണി എഴുതാൻ പറഞ്ഞാൽ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ टिप्पणी टीचर ഓൾറെഡി തന്നിട്ടുണ്ട്, ഞാൻ വായിക്കാം. പുൽബനീതി മാം ഹിന്ദി के समकालीन कवि नरेंद्र पुंडरीक के बहुचर्चित കവിത ഹെ. അതായത് പുൽബനീതി മാം എന്ന് പറയുന്നത് നരേന്ദ്ര പുണ്ടരീക്കിന്റെ വളരെ പ്രശസ്തമായ കവിതയാണ്. ബൂട്ടെ മാം ബാപ് കെ പ്രതി ബച്ചോം കെ ഉപേക്ഷ ഇസ്കാ വിഷയ് ഹെ. അതായത് നമ്മുടെ അമ്മേനെ വയസ്സാകുമ്പോൾ ഉപേക്ഷിക്കുക, അതേപോലെ തന്നെ അച്ഛൻ്റെ മരണത്തോടുകൂടി അമ്മ ഒറ്റപ്പെടുക, ഇതൊക്കെയാണ് നമ്മുടെ കവിതയിലെ പ്രധാന സന്ദർഭങ്ങൾ. കവിത മേ ബേട്ടെ അപ്നെ മാം കി യാദ് കർത്തേ ഹെ. അതായത് ഇത് ഒരു ഓർമ്മയാണ്. അതായത് യാദ് കർത്തി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ ആയിട്ടുള്ള കവിതയാണ്. അവരുടെ മക്കളിൽ ഒരാൾ എഴുതണതാണ് പണ്ട് നടന്ന സംഭവത്തെക്കുറിച്ച്. അങ്ങനെയാണ് ഈ കഥ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് മാം പ്യാർ കാ പുൽ ബൻകർ ബേട്ടോം കെ സിന്ദിക്കി കോ ആകെ ബഡ്തി രഹി. അതായത് സ്നേഹമാകുന്ന പാലം പണിത് അമ്മ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ തന്നെ
വളരെയേറെ മുന്നോട്ടേക്ക് കൊതിപ്പിച്ചു ആ പാലം കൊണ്ട്. लेकिन जब माँ बूढ़ी हो गई तब स्वार्थी बेटों के लिए बेंच बनती है. അതായത് ഒരു ഭാരമായി. ഏത് അമ്മ വയസ്സായി തുടങ്ങിയപ്പോ ഈ സ്വാർത്ഥികളായ മക്കളുടെ മുമ്പിൽ അമ്മ ഭാരമായി മാറി. അവർക്ക് ഭാരമായി തുടങ്ങി അമ്മേനെ. മാം ആഖിർ മാം तो है ना वह अपने बेटों का संकट देख नहीं सकती थी. അതായത് മക്കൾ തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണാൻ അവർക്ക് ആ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോഴും അമ്മ മക്കളുടെ കാര്യമാണ് നോക്കേണ്ടത്. മക്കൾക്ക് സങ്കടം വരണു എന്നുള്ളതാണ് നോക്കേണ്ടത്. शारीरिक और मानसिक रूप से टूटी हुई माम बेटों के जीवन से उतर गई यानी मर गई. അതായത് ശാരീരികമായി മാനസികമായി തളർത്തപ്പെട്ട അമ്മ ബേട്ടോം കാ കന്തോം സെ ഉത്തർ ഗയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർജായി, മരിച്ചുപോയി. കവിത ബൂട്ടെ മാം बाप को प्यार एवं विशेष ध्यान देकर देखभाल करने का संदेश देती है. അതായത് കവിത ബൂട്ടെ മാം, അതായത് നമ്മുടെ ഈ കവിത വയസ്സായ അച്ഛനും അമ്മയ്ക്കും സ്നേഹം കൊടുക്കണം, അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കണം, അവരെ നന്നായിട്ട് നോക്കണം എന്നൊക്കെയുള്ള ആശയങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത്രയാണ് ടിപ്പണി എന്ന് പറയുന്നത്. ഇനി വർഷീറ്റ് 2ലേക്ക് എടുക്കാം. പുൽ ബനീതി മാം കവിത കാ ആശയ പഠേ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖി. അപ്പൊ ഈ പുൽ ബനീതി മാമിലെ ഒരു സ്റ്റാൻസ് കൊടുത്തിട്ടുണ്ട്. ജബ് തക് ജീവിത് രഹി മാം ഹം ബദൽത്തെ രഹെ അപ്നെ കന്ദേ മാം ആഖിർ മാം ഹി तो है बार बार हमें कंधे बदलते देख हमारे कंधे से उतर गई माम और माम के कंधे से उतरते ही उतर गई हमारे कंधे. ഇതാണ് വർഷീറ്റ് 2. അപ്പൊ ഇതിന് ചോദ്യങ്ങൾ നോക്കാം. യഹ് ആശയ വാലെ പങ്ക്തിയാം സെ ചുൻകർ ലിഖിയെ. മാം മർ ഗയി. മാം മർ ഗയി എന്ന് പറയുന്ന ആശയം ഏതാണ്? ബാർ ബാർ ഹം കന്ദേ ബദൽത്തെ ദേഖ് ഹമാരെ കന്ദേ സെ ഉത്തർ ഗയി മാം. അത് ഏറ്റവും അവസാനത്തെ സ്റ്റാൻസയിലെ 4ാമത്തെ വരിയാണ്. തുടങ്ങി 4ാമത്തെ വരി 5ാമത്തെ വരി എഴുതിയാൽ മതി. ബാർ ബാർ ഹമേ കന്ദേ ബദൽത്തെ ദേഖ് ഹമാരെ കന്ദേ സെ ഉത്തർ ഗയി മാം ഓർ മാം കെ അത് വേണ്ട, ഓർ മാം കെ അത് വേണ്ട. ബാർ ബാർ ഹം കന്ദേ ബദൽത്തെ ദേഖ് ഹമാരെ കന്ദേ സെ ഉത്തർ ഗയി മാം, അത്ര മതി. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യമായിട്ട് വരുന്നത്, അതായത് 2ാമത്തെ വർഷീറ്റിലെ 2ാമത്തെ ചോദ്യം വരുന്നത് സഹി മിലാൻ കരെ എന്ന് പറഞ്ഞ ചോദ്യമാണ്. അതിനകത്ത് കന്ത ബദൽന എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. കന്ത ബദൽന മാനെ ദായിത്വ ബദൽന, അതായത് ഉത്തരവാദിത്തം മാറ്റിവെക്കുക എന്നാണ് കന്ത ബദൽന എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. ദായിത്വ ബദൽന അതായത് ഏറ്റവും 3ാമത് മറ്റേ സൈഡിൽ കിടക്കുന്നതിലെ ഏറ്റവും ലാസ്റ്റത്തെ. കന്തോം സെ ഉത്തർന മാനെ എത്ര എന്താണ്? കന്തോം സെ ഉത്തർന എന്ന് പറഞ്ഞാൽ മർജാന, ഏറ്റവും ആദ്യം കിടക്കുന്നത് മർജാന. കന്ത ഉത്തർന ഇത് നമ്മൾ പഠിച്ചിരിക്കണം. ഇത് ഓരോരോ ശൈലികളാണ്, അത് പെട്ടെന്ന് മാറിപ്പോകും പെട്ടെന്ന്, അതുകൊണ്ടാണ് കൊടുത്തേക്കുന്നത്. കന്ത ഉത്തർന മാനെ ബേസരി ഹോന, അതായത് ഹെൽപ്ലെസ്. ബേസരി എന്ന് പറഞ്ഞാൽ ഹെൽപ്ലെസ് ഹോന എന്ന് പറയാം, അതായത് ദുർബലയാകുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. പിന്നെ പങ്ക്തിയോം ക ആശയ ലിഖി, അത്രയാണ് പങ്ക്തിയോം ക ആശയ ലിഖി എന്ന് പറഞ്ഞ ഒരു അവസാനത്തെ ചോദ്യമുണ്ട്. അപ്പൊ ഇതിന്റെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പങ്ക്തിയാമിന്റെ ആശയം എഴുതാനാണ്. നമ്മൾ ആശയം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്നാലും ഇപ്പൊ ടീച്ചർ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ആശയം ആ കവിത വായിച്ചപ്പോൾ. അത് തന്നെ നിങ്ങൾക്ക് എഴുതാം, കാരണം വളരെ ലഘുവായിട്ട് എഴുതണമെന്നുള്ളവർക്ക് ഇത് എഴുതാം. പിന്നെ കുറച്ചുകൂടി മോഡിഫിക്കേഷൻ വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ആശയത്തിൽ വരുത്താം. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് തന്നെ മതി. അത് ഞാൻ വായിക്കാട്ടോ. ജബ് തക് മാം ജീവിത് രഹി
बेटों ने माम की देख रेख की जिम्मेदारी बदलते रहे। माम आखिर माम ही है। अपने मामदा को वह लज्जित नहीं करना चाहती, इसलिए वह बेटों के कंधों से उतर गई। माम मर गई। माम के मरने के बाद ही बेटों ने माम की शक्ति और ममता को पहचान पाया। माम के समान सिर्फ माम है और कोई नहीं है. ഇത്രയാണ് ആ കവിതകളുടെ ആശയം. അപ്പം ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോട്ടിലേക്ക് എഴുതുക. അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.